അപ്പോൾ കുട്ടികളുടെ ഒരു താല്പര്യമൊക്കെ പരിഗണിച്ച് പല സ്കൂളുകളും അവധി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കോഴിക്കോട്ടെ ഭവൻസ് വിദ്യാലയവും തങ്ങളുടെ കുട്ടികൾക്ക് തിങ്കളാഴ്ച അവധി നൽകിയിരിക്കുകയാണ്. ഫുട്ബോൾ കുട്ടികൾ സ്വസ്ഥമായി സന്തോഷത്തോടെ കാണട്ടെ എന്നതാണ് സ്കൂളിന്റെ തീരുമാനം. Okay, ഇന്നത്തെ സെഷൻ കഴിഞ്ഞു കേട്ടോ. We have an important announcement. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Welcome back to Bhavans Radio 19.90, echoing your voice. This is your Ajay Shraddha and Ajay Revati. So, Revati, നമുക്ക് ഈ സൺഡേ ഒരു വെരി സ്പെഷ്യൽ ഡേ ആണ്. യെസ്, ഇന്നലെ ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങ് തുറന്നപ്പോൾ BVBന്റെ ഫാമിലി എടുത്ത് നോക്കിയപ്പോൾ ഒരു മെസ്സേജ് കണ്ട് ഞാൻ ഞെട്ടി. എന്തായിരിക്കും അത്? അർജന്റീന വേഴ്സസ് സ്പെയിൻ, ആ ആവേശകരമായ മത്സരം നമ്മൾ അങ്ങനെ കൺമുന്നിൽ കാണാൻ പോവുകയാണ് അല്ലേ? യെസ്, ആൻഡ് രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാൻ നോക്കണ്ട, കാരണം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. യെസ്, നമ്മൾക്ക് നമ്മുടെ ഫാമിലിന്റെ കൂടെ ആ ടൈം ആ 12:30 കളിയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് പിറ്റേ ദിവസം ബാഗ് ഒന്നും എടുത്ത് പോകണ്ടല്ലോ. ആ എൻജോയ്മെന്റ് ആണ്. സോ ഭവനൈറ്റ്സ്, ഹിയർ ദ ഹാപ്പി ന്യൂസ്, വി ആർ ഹാവിംഗ് എ ലീവ് ഓൺ മൺഡേ. The reason being, students are very passionate about soccer. They have been watching all the tournaments that were aired, and we felt the necessity to give them a day with their family to enjoy the matches. This we thought of because after they watch the matches in the night, since the matches are happening during the night, when they come back to school, they are unable to attend the classes properly. They are very sleepy, tired and exhausted. So taking into consideration their interest and their needs, and so that they have a happy family time watching the big event. സന്തോഷമായോ? സന്തോഷത്തിൽ അധികം അയക്കുന്നു. സാധാരണ ക്ലാസ് ലീവ് എടുക്കാൻ പണി, ഇപ്രാവശ്യം സ്കൂളിൽ തന്നെ ലീവ് തന്നു. ഹാപ്പി. ഏതാ ടീം? അർജന്റീന. സന്തോഷം. ജയിക്കുന്ന ടീം. നമ്മള് ഉറക്കക്ഷീണം കൊണ്ടാണ് ക്ലാസ്സിൽ വന്നത് കളി കണ്ടിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടാണ് ചെറുതായിട്ടൊക്കെ. കുഴപ്പമില്ല, ഇനിയിപ്പോ ലീവ് കിട്ടിയല്ലോ, വീട്ടിൽ നിന്ന് കളിയാണ് അടിയിലേക്ക് ജയിക്കും. അർജന്റീന കംബാക്കിന് ആൾക്കാരാണ്, ജയിച്ചിരിക്കും. സന്തോഷമായി തോന്നല്ലേ? ഫുട്ബോള് കാണുന്നില്ലേലും അവധി അല്ലല്ലേ. ഏട്ടൻ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഏത് ടീമിനോട് ഇഷ്ടം? പോർച്ചുഗല്, പക്ഷെ പോയി. ഏതാ? അർജന്റീന. കപ്പടിക്കുവാ തോന്നുന്നു. ഏതാ ടീം? പോർച്ചുഗല് തോറ്റ് ലീവ് കിട്ടിയില്ല, അത് മതി. ഏതാ ടീം? ഫ്രാൻസ്. പഠിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? കഴിഞ്ഞ കളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ വന്ന ഉറക്കക്ഷീണം ഉണ്ടായിരുന്നോ? അർജന്റീനക്കാരാണോ കൂടുതലും? അർജന്റീന തോറ്റാ സ്പെയിനിലേക്ക്, ഇനി സ്പെയിൻ അർജന്റീന അതിനോണ്ടൊന്നും അറിയില്ല. ഉറക്കക്ഷീണത്തിൽ ആരും സ്കൂളിൽ വരേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. ഏതായാലും സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് അവധി നൽകുകയും ചെയ്തിട്ടുള്ളത്. വലിയ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഒപ്പം തന്നെ അർജന്റീനയുടെ ആരാധകരാണ് കൂടുതലായി ഉള്ളത്. കപ്പടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നേരത്തെ എറണാകുളം ജില്ലയിലെ 2 സ്കൂളുകൾ ഇതേപോലെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ബാക്കി സ്കൂളുകളിലൊക്കെ കുട്ടികൾ കുറവാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 4 കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു നിമിഷമാണ്. അത് ആസ്വദിക്കട്ടെ.